എയർപോർട്ടിലേക്ക് ഇപ്പോൾ അടുത്ത് തന്നെ തിരിയുമെന്നാണ് തോന്നുന്നത്. മാപ്പിൽ ഇങ്ങനെ കാണിക്കുന്നത് എയർപോർട്ടിലേക്ക് വരുന്ന റോഡുണ്ട്, എയർപോർട്ട് മോൾ കാണിക്കുന്നത് എയർപോർട്ട് റോഡ്. മെയിൻ റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, എയർപോർട്ടിലോട്ട് പോവുകയാണ്. നമ്മുടെ തിരുക്കുരിയിൽ നിന്ന് ഓട്ടോയിലാണ് പോകുന്നത്. 200 രൂപ അവർ എയർപോർട്ട് വരെ 15 കിലോമീറ്ററോളം ദൂരമുണ്ട്. 2 പേര് ഉണ്ട്, വേറെ ആളെ കൂടെ ഷെയർ ചെയ്താണ് പോകുന്നത്. 200 രൂപ അവർ ചാർജ് ചെയ്തു. ആദ്യം ഇങ്ങോട്ട് വരാൻ വേണ്ടി ചേട്ടാക്കി 250 രൂപയാണ്, ഇവിടെ 200 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് ഓട്ടോയ്ക്ക്. അത് കുഴപ്പമില്ല, പെട്ടെന്ന് എയർപോർട്ടിൽ എത്താമല്ലോ. എയർപോർട്ടിലേക്ക് പോകണമെന്നാണ് പറയുന്നത്, ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ തിരിച്ച് എയർപോർട്ട് റോഡിലേക്ക് തിരിച്ചു. എയർപോർട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എയർപോർട്ടാണ്. തൊട്ടടുത്ത് വരെ ടീ ഗാർഡൻസ് ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് കാണാൻ നല്ല സൂപ്പറാണ്. എയർപോർട്ടിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ ഇഷ്ടംപോലെ ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ടാക്സി, ക്യാബ് ഒക്കെ കിടക്കുന്നുണ്ട് ഇഷ്ടംപോലെ. ഇതാണ് എയർപോർട്ടിൻ്റെ എൻട്രൻസ് വ്യൂ. കാർഗോ ടെർമിനൽ അല്ല എന്താ ബോർഡ് കാണാം ഇവിടെ. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എയർപോർട്ടാണ്. ഇതാണ് ബോർഡ് വെച്ചിരിക്കുന്നത്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ബാഗോഡ എയർപോർട്ട് അറൈവൽ. വേണ്ട എയർപോർട്ടൊക്കെ പോലെ ഡൊമസ്റ്റിക് ടെർമിനലൊക്കെ പോലെ തന്നെ ഇരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അതേ ഒരു ലുക്ക് തന്നെയാണ് ഇരിക്കുന്നത്. സ്പൈസ് ജെറ്റിൻ്റെ കൗണ്ടർ തന്നെ. ഇതാണ് ഇവിടുത്തെ ലോഞ്ച്. നമ്മുടെ ബാഗോഡ എയർപോർട്ടിൻ്റെ ലോഞ്ചാണിത്. ചെറിയ ലോഞ്ചാണ്, നല്ല അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ട് ആളൊക്കെ ഇരിക്കാനുള്ള. ഫുഡ് കോർട്ട്, അവിടെ KFC, മക്ഡൊണാൾഡ്സ് ഒക്കെ ഉണ്ട്, കോസ്റ്റാക്കോ ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഫുഡ് സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. അവിടെ ചെറിയ എയർപോർട്ടാണ്, പക്ഷെ നല്ല തിരക്കാണ് എയർപോർട്ടിനകത്ത്. വളരെ ചെറിയ എയർപോർട്ടാണ്. അങ്ങോട്ട് നടക്കാൻ തന്നെ സ്ഥലമില്ലാത്ത പോലെയാണ്. അവിടെ കൂടെയാണ് പോകുന്നത്. ഇവിടെയൊക്കെ വെയിറ്റിംഗ് ഏരിയയൊക്കെ കാണുന്നുണ്ട്. ബേബി കെയർ വെയിറ്റിംഗ് ഏരിയയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഷോപ്പ് എല്ലാം കൂടെ ആ കൺജസ്റ്റഡ് ആണ് എയർപോർട്ടിൻ്റെ അകം. ഡ്രസ്സിൻ്റെ എല്ലാം ഷോപ്പുണ്ട്. ഇവിടെ ഒരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. ഇവിടേക്ക് വരുമ്പോഴുള്ള വ്യൂ ഇതാണ്. ആകെ ഇത്രയുള്ള എയർപോർട്ട്. ഇതിനകത്ത് നിന്ന് ഇരിക്കാൻ സ്ഥലമില്ലാത്ത രീതിയിലാണ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തേക്കുന്നത്. എയർപോർട്ടിനകത്തുള്ള കാഴ്ചയാണ്. ഇവിടെ നിന്ന് ഇരിക്കാൻ സ്ഥലമില്ല, ഫുള്ളാണ്. ആളുകളൊക്കെ ഇങ്ങനെ ഇടുങ്ങിയിരിക്കുകയാണ്. അതിനൊക്കെയുള്ള സ്ഥലമില്ല, അതാണ് ഏറ്റവും വലിയ കഷ്ടം. വെയിറ്റിംഗ് ഏരിയ ഉണ്ടെന്ന് പറഞ്ഞു, ഒന്ന് പോയി നോക്കാം എന്താണുള്ളതെന്ന്. വെയിറ്റിംഗ് ഏരിയ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത്ര കൺജസ്റ്റഡ് ആയിട്ടുള്ള തിരുവനന്തപുരത്തിൻ്റെ ഡൊമസ്റ്റിക് ടെർമിനൽ പോലെ ഉണ്ട് ഇത് കാണാൻ. അതിനകത്തെല്ലാം ഫുള്ളി കൺജസ്റ്റഡ് ആണ് എയർപോർട്ടിനകം. കുറേ ഷോപ്സൊക്കെ ഉണ്ട്, നല്ല തിരക്കുണ്ട്. വെയിറ്റിംഗ് ഏരിയ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പതുക്കെ നടന്ന് നോക്കാം. ഇതാണ് വെയിറ്റിംഗ് ഏരിയ, ഫുൾ കൺജസ്റ്റഡ് ആണ്. എയർപോർട്ടിനകത്തുള്ള സ്മോക്കിംഗ് ഏരിയ. പിന്നെ ഇവിടെ ഡാർജിലിംഗ് ടീ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. 1888 മുതലുള്ള ഷോപ്പ് ആണെന്നാണ് പറയുന്നത്, ബ്രാൻഡ്. പിന്നെ ഇവിടെ ഒരു എംപോറിയം ഉണ്ട്. കുറേ സംഭവങ്ങൾ ഈ ഒരു വെയിറ്റിംഗ് ഏരിയയിലുണ്ട്. നമുക്കിതൊക്കെ എങ്ങനെ ഇരുന്ന് കാണാം. ഇപ്പോൾ തിരക്ക് കുറച്ച് ഒഴിഞ്ഞിട്ടുണ്ട്, എന്നാലും തിരക്കുണ്ട് അത്യാവശ്യം. ബോർഡിംഗ് ഗേറ്റിലേക്ക് പോവാണ്. ബോർഡിംഗ് ഗേറ്റ് 1-ലാണെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ബോർഡിംഗ് ഗേറ്റ് 1-ലേക്ക്.
3:45 ഫ്ലൈറ്റ് സ്പൈസ് ജെറ്റിൻ്റെ. അപ്പോൾ ഇതാണ് എയർപോർട്ടിൻ്റെ ഒരു വ്യൂ. കുട്ടി എയർപോർട്ടാണ്. ഇതിൻ്റെ വ്യൂ ഇങ്ങനെയാണ്. ഗേറ്റ് 3, ഗേറ്റ് 1, ഗേറ്റ് 2 എല്ലാം എവിടെയാണ് വരുന്നത്. നമ്മൾ ഗേറ്റ് 1-ലാണെന്നാണ് പറഞ്ഞത്. നോക്കട്ടെ. ഗേറ്റ് 1 സ്പൈസ് ജെറ്റിൻ്റെ ഗേറ്റ് 1 ഇവിടെയാണ്. അങ്ങോട്ടേക്ക് പോകാം. ഇതാണ് ഇവിടുത്തെ എയർപോർട്ടിൻ്റെ കാഴ്ചകൾ. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. സ്പൈസ് ജെറ്റ് പോകുന്ന കാഴ്ച നടന്നാണ് പോകുന്നത്. സ്പൈസ് ജെറ്റിലേക്ക് നടന്നു പോകുന്നു. അവിടെ അലാസ്ക എയർ, ഇൻഡിഗോ, പിന്നെ സ്പൈസ് ജെറ്റിൻ്റെ ഫ്ലൈറ്റ് എല്ലാം ഉണ്ട്. നമ്മളിങ്ങനെ പതുക്കെ നടക്കുകയാണ് താഴോട്ട്. ഭാഗമൊക്കെ എയർപോർട്ടിലെ വ്യൂ ആണിത്. നമ്മൾ ബസ്സിലൊക്കെ കയറാൻ പോകുന്നതിലാണ് ആളുകൾ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത്. ക്യൂവിലേക്ക് ആളുകൾ ഞാൻ നടന്ന് കയറിക്കൊണ്ടിരിക്കുന്നു. സ്പൈസ് ജെറ്റിൽ കയറാനുള്ളവരെല്ലാം ക്യൂ നിൽക്കുകയാണ്. ഒരു അലാസ്ക എയറോടെല്ലാം തന്നെ നല്ല ഈ വണ്ടി കയറ്റി കൊണ്ടുപോവാണ്. ഇതാണ് സ്പൈസ് ജെറ്റിൻ്റെ ചെറിയ ഫ്ലൈറ്റ്, കുട്ടി ഫ്ലൈറ്റാണ് സ്പൈസ് ജെറ്റിൻ്റെ. ഇതിലാണ് നമ്മൾ കൽക്കട്ടയിലേക്ക് പോകുന്നത്.